റോമൻ ഭരണകൂടം 300 വർഷം കൊണ്ട് 10 ചക്രവർത്തിമാര് കോടിക്കണക്കിന് മനുഷ്യരെ, നിസ്സഹായരായ മനുഷ്യരെ കൊന്നുമുടിച്ചിട്ടും ഈ മാർഗം അതിന്റെ കൃത്യതയിൽ വ്യാപരിച്ചെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് ചെയ്തത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തത് മാനവീയ പ്രവർത്തനങ്ങളാണ്. ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നിർത്തുന്നു. ഞങ്ങളുടെ ഈ കേരളത്തിലെ ചരിത്രത്തിന് 100 വയസ്സാണ്. 100 വയസ്സ്. ഞങ്ങളുടെ മഹായോഗങ്ങളിൽ എവിടെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിട്ട് ഒരു മാരകായുധം നിങ്ങൾക്ക് റെയ്ഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മാരകായുധം. ഞങ്ങളുടെ ആലയങ്ങൾ എവിടെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വെടിമരുന്ന്, ഒരു പിടി വെടിമരുന്ന്, ഒരു കത്തി റെയ്ഡ് ചെയ്തെടുക്കാൻ ബഹുമാനപ്പെട്ട പോലീസിനോ ഭരണകൂടത്തിനോ സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാ, മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയ സംഹിത പേരിൽ ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാതെ, ഒരു പിടി വെടിമരുന്നും പൊട്ടിക്കാതെ, ഒരായുധം എടുക്കാതെ നസ്രയനായ യേശുവിനെ പ്രസംഗിക്കുന്ന സമാധാനത്തിന്റെ ഒരൊറ്റ സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിയുന്ന മഹത്തരമായ ആ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആർജവം യാതൊരാളുടെയും ഔദാര്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 19 മുതൽ 25 വരെയുള്ള ആർട്ടിക്കിളും പിന്നീട് തുടരുന്ന ന്യൂനപക്ഷ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മതേതര രാജ്യത്തിൽ ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ മനസ്സിലാക്കുന്ന ആ ആത്യന്തിക സത്യത്തിന് വേണ്ടി നിവരെ നിൽക്കാനുള്ള ഞങ്ങളുടെ ആത്മസമർപ്പണവും കൂറും ഈ ഭരണഘടനയോടും വിശുദ്ധ വേദപുസ്തകത്തോടും ഈ രാജ്യത്തിന്റെ മതേതരത്വ മൂല്യത്തോടും ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഒരു കാര്യം ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചിന്തിക്കണം. നമുക്ക് മാനസിക ശത്രുക്കളില്ല. ഒരാളും ഞങ്ങളുടെ ശത്രുക്കളല്ല, ഒരാളും ഞങ്ങൾക്ക് എതിരാളികളല്ല. ഞാൻ പറഞ്ഞതിൽ രാജ്യത്തിന് നിലനിൽക്കാത്ത രാജ്യ നിയമങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അടക്കം ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന 3 നിയമങ്ങളുണ്ട്. ഒരു പ്രസംഗത്തിൽ ഒരു 3 കാര്യങ്ങൾ പാലിക്കണം. ഒന്ന്, സോഷ്യൽ ഓർഡറിന് അത് എതിരാകരുത്. രണ്ടാമത്തെ കാര്യം, അത് എത്തിക്സിനെതിരാകരുത്. 3, അത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് എതിരാകരുത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് അറസ്റ്റ് ചെയ്യാം, ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് കേസെടുക്കാം. ഒരു വിരോധമില്ല. ഇനിയല്ല എന്നെ ആക്രമിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ നിന്ന് തരാം. ഞാൻ പെട്ടെന്നൊന്നും യോഗ സ്ഥലത്തൊന്നും പെട്ടെന്ന് കാറെടുത്ത് ഓടിപ്പോകുന്ന ഒരാളൊന്നുമല്ല. ചായ കുടിച്ച് പതുക്കേ പോകൂ. കാരണം ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അത് എത്രയും പെട്ടെന്നായാൽ യാതൊരു വിരോധവുമില്ല. ആ ചങ്കുറപ്പ് നസ്രായനായ യേശുവിന്റെ 33.5 തിരുവയസ്സിലെ ജ്വലിക്കുന്ന രക്തത്തിന്റെ സവിശേഷതയാണെങ്കിൽ ആ സഹന സമരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നു. കയ്യിൽ കരവാളേന്തിക്കൊണ്ട് കഴുത്തറക്കാൻ അടുക്കുന്നവനും കരമുയർത്തി ആശംസകൾ അർപ്പിക്കുന്ന അവനോ മാറോടണയ്ക്കുന്ന അജയ്യ സ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവമായ യേശു ക്രിസ്തുവിനെ ഉലകരക്ഷകനായി ഈ വചനം കേൾപ്പവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നു. അവനത്രേ ഏകരക്ഷകൻ, അവനത്രേ യുഗപുരുഷൻ, അവനത്രേ